അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡയറക്ടറി ബേസ്ഡ് പ്രോട്ടോക്കോൾസ് ആണ്. സോ നമ്മൾ ഇതുവരെ ഓൾറെഡി സ്നൂപ്പി ബേസ്ഡ് പ്രോട്ടോക്കോൾസ് നോക്കി. സ്നൂപ്പി ബേസ്ഡ് പ്രോട്ടോക്കോൾസ് നമ്മൾ പറഞ്ഞായിരുന്നു. സ്നൂപ്പി ബേസ്ഡ് പ്രോട്ടോക്കോൾസ് എന്ന് പറയുന്നത് ബസ് ബേസ്ഡ് ആർക്കിടെക്ചറിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ സ്നൂപ്പി ബസ് പ്രോട്ടോക്കോൾ കൊണ്ടുവന്നത്. അതായത് അവിടെ ഒരു ബസ് സിസ്റ്റമുണ്ട്. ആ ബസ് സിസ്റ്റത്തിൽ ഒരു എന്ത് അപ്ഡേഷൻസ് വന്നാലും നമ്മുടെ സ്നൂപ്പി ബസ് ഇറ്റ് വിൽ ബി കീപ്പിംഗ് ട്രാക്ക് ഓഫ് വാട്ട് ഓൾ അപ്ഡേഷൻസ് ആർ ഡൺ. അപ്പോൾ ആരെന്ത് ചെയ്താലും ദാറ്റ് വിൽ ബി ബ്രോഡ്കാസ്റ്റഡ് ടു എവ്രി വൺ. സോ ഇവിടെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് മെക്കാനിസം ആയിരുന്നു സ്നൂപ്പി ബസ് പ്രോട്ടോക്കോളിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്കെയിലബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല. സോ നമ്മുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് ആൻഡ് മെമ്മറി അത് വലുതാകും തോറും, അതായത് സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ വലുതാകും തോറും സ്നൂപ്പി ബസ് പ്രോട്ടോക്കോൾ ബിക്കം ഇൻകേപ്പബിൾ. സോ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രോട്ടോക്കോൾ വേണം. So directory based protocols, they are used in multi-stage നെറ്റ്വർക്സിലൊക്കെയാണ്, അല്ലെങ്കിൽ പാക്കറ്റ് സ്വിച്ച്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്സിലാണ് നമ്മൾ ഡയറക്ടറി ബേസ്ഡ് പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഡയറക്ടറി ബേസ്ഡ് പ്രോട്ടോക്കോൾ വെച്ചിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് മൾട്ടി പ്രോസസ്സേഴ്സ് വിത്ത് ഹൺഡ്രഡ്സ് ഓഫ് പ്രോസസ്സേഴ്സ് ഉള്ള നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ, നെറ്റ്വർക്ക് മീൻസ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ബിൽഡ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഡയറക്ടറി ബേസ്ഡ് പ്രോട്ടോക്കോൾസ് കൊണ്ടുവന്നത്. സോ ഈ ഒരു സ്നൂപ്പി ബസ് പ്രോട്ടോക്കോളിൻ്റെ ഒരു മോഡിഫൈഡ് ടു ഹാവ് സം മോർ നെറ്റ്വർക്ക് കേപ്പബിലിറ്റീസ് ആണ് ഈ ഒരു ഡയറക്ടറി ബേസ്ഡ് പ്രോട്ടോക്കോൾ. സോ ഈ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഡയറക്ടറി ബേസ്ഡ് പ്രോട്ടോക്കോൾസ് കൊണ്ടുവന്നത്. ദാറ്റ് ഈസ് വി ആർ മെയിൻറ്റെയിനിങ് എ ഡയറക്ടറി ഓഫ് ക്യാഷസ്. നമ്മളെല്ലാവർക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആരുടെയൊക്കെ കയ്യിൽ ഒരു ക്യാഷ് കോപ്പി ഉണ്ട്, ആ ക്യാഷ് കോപ്പിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് എന്ന് ഒരു ഡയറക്ടറിയിൽ നോട്ട് ഡൗൺ ചെയ്യും. ആ ഡയറക്ടറി നോക്കിയിട്ടായിരിക്കും നമുക്ക് വേണ്ട അപ്ഡേഷൻസ് ചെയ്യുന്നത്. സോ അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഡയറക്ടറി സ്ട്രക്ചർ എന്താണ്? സോ ഒരു മൾട്ടി സ്റ്റേജ് അല്ലെങ്കിൽ പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കിൽ ക്യാഷ് കൊഹെറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാഷ് ഡയറക്ടറീസ് യൂസ് ചെയ്യുന്നത്. ആ ഡയറക്ടറിയിൽ നമ്മൾ എവിടെയൊക്കെ കോപ്പീസ് ഉണ്ട് എന്നതിനെ പറ്റിയൊരു വിവരങ്ങളെല്ലാം ഈ ക്യാഷ് ഡയറക്ടറിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ ഇത് എങ്ങനെയായിരിക്കണം ഈ ഡയറക്ടറി ഇരിക്കുന്നത്, അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. സോ ഇറ്റ് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്. സെൻട്രലൈസ്ഡ് ഡയറക്ടറി സ്കീമും വരാം, ഡിസ്ട്രിബ്യൂട്ടഡ് ഡയറക്ടറി സ്കീമും വരാം. സെൻട്രലൈസ്ഡ് ഡയറക്ടറി സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് ജസ്റ്റ് വൺ ഡയറക്ടറി. ആ ഡയറക്ടറിക്കകത്ത്, അതായത് സെൻട്രൽ ഡയറക്ടറി ഉണ്ട്, അതിൻ്റെ അകത്ത് എല്ലാ ക്യാഷ് കോപ്പി അല്ലെങ്കിൽ വേറെ ക്യാഷ് ഡയറക്ടറീസ്, അതിൻ്റെ അകത്ത് ഉള്ള എല്ലാ ഡയറക്ടറീസിൻ്റെയും വിവരങ്ങൾ ഈ ഒരു സെൻട്രലൈസ്ഡ് ഡയറക്ടറിയിലുണ്ട്. ആ ഡയറക്ടറിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്യാഷിൻ്റെയും വിവരങ്ങൾ അതിൽ നിന്ന് കിട്ടും. ഒന്നുകിൽ ഡയറക്റ്റ് ക്യാഷിൻ്റെ വിവരങ്ങൾ, അല്ലെങ്കിൽ ആ ക്യാഷിനെ പറ്റിയുള്ള വിവരമുള്ള ഡയറക്ടറിയുടെ വിവരമായാലും നമുക്ക് ഈ ഒരു സെൻട്രൽ ഡയറക്ടറിയിൽ നിന്ന് കിട്ടും. ബട്ട് ഇതിൻ്റെ അകത്തെ പ്രോബ്ലം ഇസ്, ഒരു സെൻട്രലൈസ്ഡ് ഡയറക്ടറി യൂസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ സെർച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വെരി ലാർജ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സെർച്ച് ടൈം കൂടും, കണ്ടൻഷൻ വരും. കണ്ടൻഷൻ മീൻസ് കൊല്യൂഷൻസ് വരും. നമുക്ക് അറ്റ് എ ടൈമിൽ കുറേ പേര് ചോദിക്കുകയാണ് എങ്കിൽ എല്ലാവർക്കും നമുക്ക് ആക്സസ് കൊടുക്കാൻ പറ്റില്ല ഈ സെൻട്രലൈസ്ഡ് ഡയറക്ടറിക്ക്. സോ ചിലതിനെയൊക്കെ ടേൺ ഡൗൺ ചെയ്യേണ്ടി വരും. സോ അതൊക്കെയാണ് സെൻട്രലൈസ്ഡ് ഡയറക്ടറി സ്കീമിൻ്റെ ഒരു സ്കീം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ ഇഫ് യു ഹാവ് എ ലൈബ്രറി, ആ ലൈബ്രറിയിൽ ദർ വിൽ ബി എ രജിസ്റ്റർ ഫോർ ദ ബുക്സ് യു ടേക്ക്. ഇപ്പോൾ ഇഫ് ദർ ഇസ് ഓൺലി ജസ്റ്റ് വൺ ഡയറക്ടറി, ദെൻ ആ ഒരു ഡയറക്ടറിയിൽ വേണം നമ്മളെല്ലാവരും ബുക്ക് എഴുതാനായിട്ട്. ഇപ്പോൾ അറ്റ് എ ടൈമിലൊരു 10 പേരുള്ളൂ എങ്കിൽ 10 persons ദേ ക്യാൻ ഈസിലി, ഇപ്പോൾ ഒരാൾ കഴിഞ്ഞ് അടുത്തത്. സോ ഇറ്റ് വോണ്ട് ടേക്ക് മച്ച് ടൈം. പക്ഷേ അറ്റ് എ ടൈമിൽ ഇഫ് ദർ ആർ 1000s or 2000
or lakhs of requests അല്ലെങ്കിൽ lakhs of people waiting to get that access to that directory, then that makes a problem. അപ്പോഴാണ് നമുക്ക് ഈ സെൻട്രലൈസ്ഡ് ഡയറക്ടറി എന്ന് പറയുന്നത് ഇഷ്യൂ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് സ്കീം എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഡയറക്ടറി സ്കീമാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ഡയറക്ടറി സ്കീമിൻ്റെ അകത്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ലോക്കൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഡയറക്ടറീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഒരു സെൻട്രൽ ഡയറക്ടറിക്ക് പകരം സെപ്പറേറ്റ് ഡയറക്ടറീസ് ആണ്. ഓരോ മെമ്മറി മൊഡ്യൂളിലും ഒരു ഡയറക്ടറി ഉണ്ടാകും. അപ്പോൾ ആ ഒരു മെമ്മറി മൊഡ്യൂളിന് ഒരു ഡയറക്ടറി സ്ട്രക്ചർ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ലോക്കലായിരിക്കും. പ്രസൻസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നതായിരിക്കും ആ ക്യാഷ് എവിടെയൊക്കെ അതിൻ്റെ കോപ്പീസ് ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റത്തിൻ്റെ അകത്ത് ഈ പറഞ്ഞ കണക്ക് സെർച്ച് ടൈം കൂടുതലാണ്. എല്ലാവരും ഒരു സ്ഥലത്ത് പോയി നോക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ മെമ്മറി മൊഡ്യൂളിലും ഉണ്ട് ഒരു കോപ്പി. സോ ദാറ്റ് വുഡ് ബി വെരി ഈസിയർ. പക്ഷേ ഇവിടെയും ആ ഒരു നമുക്ക് അതിൻ്റെ ഒരു സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത് അതിന് ഒരു എക്സ്ട്രാ ഹാർഡ്വെയർ വേണ്ടി വരും. സോ ആദ്യത്തെ കോപ്പി ആയിരുന്നുവെങ്കിൽ അത് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡയറക്ടറി സ്കീമിന് എക്സ്ട്രാ ഹാർഡ്വെയർസ് ആവശ്യമായിട്ട് വരും. സോ ദിസ് ഇസ് എ ഡയറക്ടറി ബേസ്ഡ് ക്യാഷ് കൊഹെറൻസ് സ്കീം ആണ് ഈ കിടക്കുന്നത്. So directory based cache coherence system. So here there are multiple processors, P1, P2, etc. up to Pn processors under. Then there are memory modules M1, M2, up to Mn. These are the directories D1, D2, Dm directories under. ഇപ്പോൾ സെയിം നമുക്ക് ക്യാഷ് 2 it needs ഒരു മെമ്മറി വേണം, സേവ് ചെയ്യാനൊരു ക്യാഷ് കോപ്പി വേണമെന്നിരിക്കട്ടെ. അപ്പോൾ വാട്ട് വിൽ ഇറ്റ് ഡു? സോ ക്യാഷ് കോപ്പി വേണമെങ്കിൽ ആദ്യം തന്നെ ആ ക്യാഷ് അത് നമ്മൾ മെമ്മറിയിൽ അതിൻ്റെ ഡയറക്ടറിയിൽ പോയിട്ടായിരിക്കും മെമ്മറി മൊഡ്യൂളിനോടായിരിക്കും ചോദിക്കുന്നത്. സോ വി വിൽ ഫസ്റ്റ് മൂവ് ഇൻ ടു ഈ ഒരു ലൈൻ നോക്കി പോയാൽ മതി. സോ ആദ്യം ഈ ഡയറക്ടറി ചെല്ലും. ആ ഡയറക്ടറി ചെന്നിട്ട് നമ്മൾ നോക്കും ഈ ഡയറക്ടറിയുടെ അകത്ത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഡേർട്ടി കോപ്പി അവൈലബിൾ ആയിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കും. ദാറ്റ് ഈസ് ഇഫ് ഇറ്റ് ഈസ് എ റീഡ് മിസ് ആണ് എങ്കിൽ, അതായത് ക്യാഷ് 2ൽ നമുക്ക് വേണ്ട ഡാറ്റ ഇല്ല എങ്കിൽ നമ്മളൊരു റിക്വസ്റ്റ് മെമ്മറിക്കാണ് അയക്കുന്നത്, മെമ്മറി മൊഡ്യൂളിനാണ് അയക്കുന്നത്. മെമ്മറി മൊഡ്യൂളിൽ ചെല്ലുമ്പോൾ ആ മെമ്മറി കൺട്രോളറിന് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഡേർട്ടി കോപ്പി ഉണ്ടോ ഇല്ലയോ. അതായത് ആ ഡയറക്ടറിയിൽ നോക്കിയാൽ അറിയാം അതിൻ്റെ ഒരു ഡേർട്ടി കോപ്പി ഉണ്ടോ ഇല്ലയോ. ഡേർട്ടി കോപ്പി മീൻസ് അപ്ഡേറ്റഡ് കോപ്പിയാണ്. അപ്ഡേറ്റഡ് കോപ്പി ഉണ്ടോ ഇല്ലയോ. അപ്ഡേറ്റഡ് കോപ്പി ഉണ്ട് മീൻസ് സേ ഇവിടെ ഇപ്പോൾ 7 എന്ന് പറയുന്ന വാല്യൂ ആണ് എക്സിനുള്ളത്. മേ ബി മെമ്മറി മൊഡ്യൂളിൽ എക്സിൻ്റെ വാല്യൂ 5 ആണ് എന്നിരിക്കട്ടെ. സോ ദിസ് ഇസ് എ മോർ അപ്ഡേറ്റഡ് വാല്യൂ. ആ വാല്യൂവിന് വേണം നമ്മൾ അടുത്ത ക്യാഷിലേക്ക് ചോദിക്കുമ്പോൾ എടുത്ത് വെക്കാനായിട്ട്. സോ ഡയറക്ടറി 1ൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇറ്റ് ഈസ് ഇൻ ക്യാഷ് 1. സോ നമ്മൾ നേരെ ക്യാഷ് 1ലെത്തി ക്യാഷ് 1ൽ നിന്ന് ആ വാല്യൂവിനെ എടുത്ത് നമ്മൾ തിരിച്ച് ക്യാഷ് 2ലേക്ക് ഈ പറഞ്ഞ സാധനത്തിനെ എടുത്ത് വയ്ക്കുന്നു. ഓക്കെ, സോ ഇവിടുത്തെ വർക്കിംഗ് ഇങ്ങനെയാണ്. സോ നമ്മൾ ആദ്യം തന്നെ വാട്ട് വിൽ വി ഡു, ഇവിടെ നിന്ന് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നു, മെമ്മറി മൊഡ്യൂളിൽ ചെല്ലുന്നു, മെമ്മറി മൊഡ്യൂളിൽ നിന്ന് ഡേർട്ടി കോപ്പിയുടെ അടുത്ത് ചെല്ലുന്നു, ആ ഡേർട്ടി കോപ്പീനെ എടുക്കുന്നു, ഇവിടേക്ക് കൊടുക്കുന്നു. ദിസ് ഈസ് ഹൗ നമ്മൾ റീഡ് മിസ്സാണ് എങ്കിൽ ഇങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ റൈറ്റ് ഹിറ്റ് വരാം. റൈറ്റ് ഹിറ്റ് വരികയാണ് എങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നമ്മൾ ക്യാഷ് 1ന് ക്യാഷ് 2നാണ് ഇവിടെ റൈറ്റ് ചെയ്യേണ്ടത് എങ്കിൽ, അല്ലെങ്കിൽ ക്യാഷ് 1നാണ് റൈറ്റ് ചെയ്യേണ്ടത് എങ്കിൽ ക്യാഷ് 1 ഇവിടെ റൈറ്റ് ചെയ്തതിന് ശേഷം വേറെ ആരുടെയൊക്കെ കയ്യിൽ ഈ കോപ്പി ഉണ്ടോ അവർക്കൊക്കെ ഒരു ഇൻവാലിഡേഷൻ
റിക്വസ്റ്റ്, അതായത് നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ളത് ഇൻവാലിഡ് ആണ്, ഞാനിവിടെ ഒരു അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് വിൽ സെൻഡ് ആൻ ഇൻവാലിഡേഷൻ ടു ഓൾ ദി ക്യാഷസ് മാർക്ക്ഡ് ഇറ്റ്സ് പ്രസൻറ്റ് ഇൻ ഡയറക്ടറി D1. അതായത് ഇവിടെ 7 ആയിരുന്നു വാല്യൂ, ഇവിടെ 5, ഇവിടെ 7 ആണ് വാല്യൂ എന്നിരിക്കട്ടെ. അതായത് ക്യാഷ് 1ലും ക്യാഷ് 2ലും 7 എന്ന വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ മേ ബി ഹിയർ ഓൾസോ 7 ഇരുന്നോട്ടെ. സോ ഞാനിപ്പോൾ ക്യാഷ് 1ലെ വാല്യൂ ഐ മേഡ് ഇറ്റ് ടു 8 എന്നാക്കുകയാണ് എങ്കിൽ ഞാനൊരു അപ്ഡേഷൻ നടത്തി കഴിഞ്ഞാൽ ഐ ഷുഡ് ഇൻവാലിഡേറ്റ് ഓൾ അതർ ക്യാഷ് കോപ്പീസ്. ബാക്കി ക്യാഷ് കോപ്പീസിനെ എല്ലാം ഇൻവാലിഡേറ്റ് ചെയ്യുക തന്നെ ചെയ്യണം. മെമ്മറീനെ മാറ്റിയില്ലെങ്കിൽ പോലും, റൈറ്റ് ത്രൂ ആയിട്ട് മെമ്മറീനെ ചേഞ്ച് ചെയ്തിട്ടില്ല എങ്കിൽ പോലും എൻ്റെ ബാക്കി ക്യാഷസിനെ എല്ലാം ഞാൻ ഇൻവാലിഡേറ്റ് ചെയ്യുക തന്നെ വേണം. സോ ഞാൻ എന്ത് ചെയ്യും, ആദ്യം ഡയറക്ടറി പോയി നോക്കും. ഡയറക്ടറി പോയിട്ട് ചോദിക്കും എവിടെയൊക്കെയാണ് ഈ ക്യാഷ് കോപ്പി ഉള്ളത്, ഈ ക്യാഷ് കോപ്പി വേറെ എവിടെയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് നോക്കുന്നു. സോ നമുക്ക് മനസ്സിലായി, ഈ ഡയറക്ടറി നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ക്യാഷ് 2ൽ ഈ കോപ്പി കിടപ്പുണ്ട്. സോ ഞാൻ നേരെ ക്യാഷ് 2ൽ വരുന്നു. യു ആർ ഇൻവാലിഡ് നൗ, ഇൻവാലിഡ് ആക്കി വയ്ക്കുന്നു. ഇതാണ് ഈ ഒരു ഡയറക്ടറി ബേസ്ഡ് സ്കീമിൽ ക്യാഷ് കൊഹെറൻസ് ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ഒന്നുകൂടി പറയാം. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ക്യാഷ് 2ൽ ഒരു റീഡ് മിസ് ആണ് എങ്കിൽ, റീഡ് മിസ് മീൻസ് ക്യാഷ് 2ൽ ഈ കോപ്പി ഇല്ല. കോപ്പി ഇല്ലെങ്കിൽ വി വിൽ മൂവ് ഇൻ ടു മെമ്മറി മൊഡ്യൂൾ. മെമ്മറി മൊഡ്യൂളിലേക്ക് പോകുന്നു. അതിൻ്റെ ഡയറക്ടറി നോക്കിയിട്ട് ഡേർട്ടി കോപ്പി എവിടെയാണോ ഉള്ളത് ആ ഡേർട്ടി കോപ്പി ക്യാഷ് 1ലാണ്. സോ ക്യാഷ് 1ൽ നിന്ന് എടുത്തിട്ട് ആ കോപ്പീനെ ക്യാഷ് 2ലേക്ക് നമ്മൾ കൊടുക്കുന്നു. ഇനിയൊരു റൈറ്റ് ഹിറ്റാണ് എങ്കിൽ, സേ C1 want to write something, റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കോപ്പീസിനെ എല്ലാം ഇൻവാലിഡേറ്റ് ചെയ്യണം. സോ ഇൻവാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഡയറക്ടറി പോയി അപ്ഡേറ്റ് ചെയ്യുന്നു. ഐ ഹാവ് മെയ്ഡ് എ ചേഞ്ച് എന്ന് ഡയറക്ടറിനോടും പറയുന്നു. അതിൻ്റെ ബാക്കി എവിടെയൊക്കെ അതിൻ്റെ കോപ്പീസ് ഉണ്ടോ അവിടെയെല്ലാം അത് ഇൻവാലിഡേറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ഇൻവാലിഡ്. വേറെ ഇതിൻ്റെ കോപ്പി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇൻവാലിഡ് എന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. സോ ഇതും നമ്മുടെ സ്നൂപ്പി ബസ്സും തമ്മിലുള്ള വ്യത്യാസം ഈസ്, സ്നൂപ്പി ബസ് വിൽ ആക്ച്വലി ഡിറ്റക്റ്റ് ദി ചേഞ്ചസ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആയിരുന്നു അവിടെ അയച്ചുകൊണ്ടിരുന്നത്. സോ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഇസ് എല്ലാവർക്കും കിട്ടും, ആവശ്യമുള്ളവന് എടുക്കും, ആവശ്യമില്ലാത്തവന് എടുക്കത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം ആ കോപ്പിയുള്ള ആരാണോ അയാൾക്ക് മാത്രമേ അയക്കുന്നുള്ളൂ. അത് ഡയറക്ടറിയിൽ ക്ലിയർലി നോട്ടഡ് ആണ് ആരുടെ കയ്യിലൊക്കെയാണ് ഉള്ളത്, അവരുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ് എന്നുള്ളത് ആ ഡയറക്ടറിയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദിസ് ഇസ് ഹൗ എ ഡയറക്ടറി ബേസ്ഡ് ക്യാഷ് കൊഹെറൻസ് സ്കീം വർക്ക്സ്. സോ this is what happens. Read miss aanu engil memory controller retransmit the request to the dirty copy in cache 1. Cache 1 writes back its copy. Memory module can supply a copy to the requesting cache. In case of a write hit aanu engil the command is sent to the memory controller which sends an invalidation to all the caches marked in the presence of vector residing in directory D1. D1ൽ ഉണ്ടാവും വേറെ എവിടെയൊക്കെ എൻ്റെ ക്യാഷസ് ഉണ്ടോ എന്ന് അവിടെയൊക്കെ അത് ഇൻവാലിഡ് എന്ന് ആക്കുന്നു. സോ ബാക്കി എല്ലാവരും അത് ഇൻവാലിഡായി മാറുന്നു. ദിസ് ഈസ് ഹൗ എ ക്യാഷ് റൈറ്റ് ഹിറ്റ് വർക്ക്സ്. സോ ക്യാഷ് കൊഹെറൻസ് പ്രോട്ടോകോൾ ഇറ്റ് ഡസ് നോട്ട് യൂസ് ബ്രോഡ്കാസ്റ്റ്, must store the location of all the cache copies of each block of shared data. So ഇത് centralized ആവാം, distributed ആവാം. Directory entry for each block of data contain number of pointers to specify the location of copy of the block. So ഇവിടെ ഈ directory entry എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it contains എത്ര പോയിൻ്റർ ഉണ്ട്, ഈ കോപ്പീസിലേക്ക് എത്ര പോയിൻറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പോൾ ഓരോ ഈച്ച് ഡയറക്ടറി എൻട്രിയുടെ അകത്തും ഒരു ഡേർട്ടി ബിറ്റ് ഉണ്ടാവും. അതായത് ആ പെർട്ടിക്കുലർ ക്യാഷിന് റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഡേർട്ടി ബിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ആർ ആൾ ദി ക്യാഷ് ഡയറക്ടറി പ്രോട്ടോകോൾസ്?
സോ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ക്യാഷിൻ്റെ ഡയറക്ടറി പ്രോട്ടോക്കോൾസ് ആണ്. സോ 3 മെയിൻ പ്രോട്ടോക്കോൾസ് ആണുള്ളത്. ഫുൾ മാപ്പ് ഡയറക്ടറി, ലിമിറ്റഡ് ഡയറക്ടറീസ് ആൻഡ് ചെയിൻഡ് ഡയറക്ടറീസ്. സോ 3 ടൈപ്പ് ഡയറക്ടറി പ്രോട്ടോക്കോൾസ്, 3 രീതിക്ക് നമുക്ക് ഈ ഒരു ഡയറക്ടറി ബേസ്ഡ് ആർക്കിടെക്ചറിനെ ചെയ്യാൻ പറ്റും. ഫുൾ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാത്തിനെയും മാപ്പ് ചെയ്യുക എന്നുള്ള രീതിയാണ് നമ്മൾ ഫുൾ മാപ്പ് ഡയറക്ടറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So to store enough data associated with each block in the global memory, so every cache in the system can simultaneously store a copy of block of data. Each directory contain n pointers, that is n is the number of processors in the system. ഓരോ ഡയറക്ടറിയിലും n പോയിൻ്റർ കാണും. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് ഇൻ സിസ്റ്റം ആയിരിക്കും. ആരൊക്കെ എങ്ങോട്ടൊക്കെ ഏതൊക്കെ ക്യാഷ് എല്ലാ ഡീറ്റെയിൽസും ഈ ഫുൾ മാപ്പ് ഡയറക്ടറിയിൽ സ്റ്റോർഡ് ആയിരിക്കും. ലിമിറ്റഡ് ഡയറക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ദേ ഹാവ് ലിമിറ്റഡ് നമ്പർ ഓഫ് പോയിൻ്റർ എൻട്രീസേ ഉണ്ടാവുള്ളൂ. ഈ പോയിൻ്റർ എൻട്രീസ് അങ്ങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അതാണ് ഫുൾ മാപ്പ് ഡയറക്ടറിയുടെ ഇഷ്യൂ. ലിമിറ്റഡ് ഡയറക്ടറി വരുമ്പോൾ ഫിക്സഡ് നമ്പർ ഓഫ് പോയിൻ്റർ എൻട്രീസേ ഉള്ളൂ. അതിൻ്റെ സൈസ് ഒന്നും നോക്കുന്നില്ല നമ്മൾ. അതിൻ്റെ റിഗാർഡ്ലെസ് സിസ്റ്റം സൈസ് എന്തോ ആയിക്കോട്ടെ, ആകെ കൂടി കുറച്ച് പോയിൻ്റർ എൻട്രീസേ ഉള്ളൂ. അതായത് നമ്മൾ ആകെ കുറച്ച് പോയിൻ്റർ എൻട്രീസേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അറ്റ് എ ടൈമിൽ ഇത്ര എണ്ണേ പറ്റുള്ളൂ. ഇപ്പോൾ 10 എണ്ണേ മൊത്തം 10 പോയിൻ്ററേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ 10 എണ്ണേ പറ്റുള്ളൂ. 11ാമത് ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ഈ 10 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണത്തിനെ കളയുന്നു. ആ പുതിയത് വന്നതിനെ ഈ ഒരു സ്പേസിലേക്ക് എടുത്തു വയ്ക്കുന്നു. അത് മാത്രമേ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് ഇസ് ചെയിൻഡ് ഡയറക്ടറീസ്. ചെയിൻഡ് ഡയറക്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറ്റ് ആക്ച്വലി ഹാസ് എ ചെയിൻഡ് സ്ട്രക്ചർ. സോ ഒരു ഫുൾ മാപ്പ് സ്കീം പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും വർക്കിംഗ്. പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് പോയിൻറ്റേഴ്സ്, ഡയറക്റ്റ് പോയിൻറ്റേഴ്സ്, അങ്ങനെ കംപ്ലീറ്റ് പോയിൻ്റർ നമ്മൾ സ്റ്റോർ ചെയ്യല്ല. സോ ഇവിടെ ഒരു ക്യാഷും അടുത്ത ഇതേ കോപ്പിയുള്ള അടുത്ത ക്യാഷും തമ്മിൽ വി ആർ ലിങ്കിങ് ദം ലൈക്ക് എ ചെയിൻ, സോ ദാറ്റ് നമുക്ക് ഏതെങ്കിലും നമുക്ക് ഈ എല്ലാ ക്യാഷസും ഇതിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ കോപ്പിയുള്ള എല്ലാ ക്യാഷസും തമ്മിൽ ഒരു ചെയിൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇൻ ചെയിൻഡ് ഡയറക്ടറീസ്. സോ നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ഫുൾ മാപ്പ് ഡയറക്ടറി. ഫുൾ മാപ്പ് ഡയറക്ടറിയിൽ ഇറ്റ് സ്റ്റോഴ്സ് ഇനഫ് ഡാറ്റ associated with each block in global memory so that every cache in the system can simultaneously store a copy of block of data. ഏത് ക്യാഷിന് വേണമെങ്കിലും അറ്റ് എ ടൈമിൽ എവിടെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം എന്നുള്ള രീതിക്കാണ് നമ്മൾ ഈ ഫുൾ മാപ്പ് ഡയറക്ടറി കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് എവറി ബ്ലോക്ക് ഇൻ ഗ്ലോബൽ മെമ്മറി നമുക്ക് ഡാറ്റയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്കാണ് ഫുൾ മാപ്പ് ഡയറക്ടറീസിൻ്റെ ഒരു വർക്കിംഗ്. ഓരോ ഡയറക്ടറി എൻട്രീസിലും n പോയിൻറ്റേഴ്സ് ഉണ്ട്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് ആണ്. ഫുൾ മാപ്പ് പ്രോട്ടോക്കോൾ ഇംപ്ലിമെൻറ്റ് ഡയറക്ടറി എൻട്രീസ് വിത്ത് 1 ബിറ്റ് പെർ പ്രോസസ്സർ ആൻഡ് എ ഡേർട്ടി ബിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു എൻട്രി എന്ന് പറയുന്നത് 1 ബിറ്റ് പെർ പ്രോസസ്സർ, ഒരു പ്രോസസ്സറിന് 1 ബിറ്റ്. ഇപ്പോൾ ഏതൊക്കെ പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ പ്രോസസ്സറിൻ്റെ കയ്യിൽ ഈ ക്യാഷ് ഉണ്ട് എന്ന രീതിക്ക് നമ്മൾ 0 and 1 മാറ്റും. പിന്നെ ഒരു ഡേർട്ടി ബിറ്റും കൂടെ കൊടുക്കും. അതായത് ഈ ഒരു മെമ്മറി മൊഡ്യൂൾ ഏതൊക്കെ പ്രോസസ്സറിൻ്റെ കയ്യിലുണ്ട് എന്ന രീതിക്കാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ എല്ലാ പ്രോസസ്സറിൻ്റെയിലും ഉണ്ടെങ്കിൽ എല്ലാം 1 ആയിരിക്കും. അത് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഡേർട്ടി ബിറ്റും 1 ആക്കി വയ്ക്കും. സോ എവറി പ്രോസസ്സർ ഹാസ് എ ബിറ്റ് and a dirty bit is there in a full map directory. So ഇവിടെ bit per processor specify whether a block is present or absent in processor's cache. ആ ഒരു ബിറ്റ് എല്ലാ പ്രോസസ്സറും, ഇപ്പോൾ 8 പ്രോസസ്സർ ഉണ്ട് എങ്കിൽ 8 ബിറ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോൾ 4 പ്രോസസ്സർ ഉണ്ട്, 1 1 1 0 ഇങ്ങനെയാണ്. ഇപ്പോൾ 4 പ്രോസസ്സറാണ്. സോ 1 1 1 0 മീൻസ് ആ ബ്ലോക്ക് ആ പ്രോസസ്സറിൻ്റെ ക്യാഷിലുണ്ട്. 0 മീൻസ് ആബ്സെൻ്റ് ആണ്. അതായത്
ഫസ്റ്റ് പ്രോസസ്സറിൻ്റെ ക്യാഷിൽ നമുക്ക് വേണ്ട മെമ്മറി ഉണ്ട്, സെക്കൻഡ് പ്രോസസ്സറിൻ്റെ ക്യാഷിൽ നമുക്ക് വേണ്ട മെമ്മറി ഉണ്ട്, തേർഡിൻ്റെ ക്യാഷിൽ നമുക്ക് വേണ്ട മെമ്മറി ഉണ്ട്, ഫോർത്തിൻ്റെ ക്യാഷിൽ നമുക്ക് വേണ്ട മെമ്മറി ഇല്ല. ദിസ് ഈസ് ഹൗ വി സെറ്റ് അവർ പോയിൻറ്റേഴ്സ്. ദെൻ നമ്മുടെ കയ്യിൽ വി ഓൾസോ ഹാവ് അനദർ ബിറ്റ്, ഇറ്റ് ഈസ് കോൾഡ് ദി ഡേർട്ടി ബിറ്റ്. ഡേർട്ടി ബിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് റൈറ്റ് പ്രിവിലേജ്. ഡേർട്ടി ബിറ്റ് 1 ആണ് എങ്കിൽ റൈറ്റ് ചെയ്യുന്നു, ഡേർട്ടി ബിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ റൈറ്റ് ചെയ്യുന്നില്ല, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ റൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഡേർട്ടി ബിറ്റ് നമ്മൾ 1 ആക്കി വയ്ക്കും, റൈറ്റ് ചെയ്യുന്നില്ല റീഡിങ് മാത്രമാണ് എങ്കിൽ വി വിൽ പുട്ട് ഇറ്റ് ആസ് 0. സോ ക്യാഷിൻ്റെ കയ്യിൽ 2 ബിറ്റ്സ് ഉണ്ട്, 2 ടൈപ്പ് ഓഫ് ബിറ്റ്സ് പെർ ബ്ലോക്ക് ഉണ്ട്. 1 ബിറ്റ് ഇൻഡിക്കേറ്റ് ദ ബ്ലോക്ക് ഈസ് വാലിഡ്. അപ്പോൾ ഒരു ക്യാഷിൻ്റെ അകത്ത് 2 ബിറ്റ് പെർ ബ്ലോക്ക് ഉണ്ട്, ഒരു ബ്ലോക്കിന് 2 ബിറ്റ് ഉണ്ട്. ഒരു ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാലിഡ് ആണോ അല്ലയോ. അതർ ബിറ്റ് ഇൻഡിക്കേറ്റ് വെദർ ദി വാലിഡ് ബ്ലോക്ക് ക്യാൻ ബി റിട്ടൺ ഓർ നോട്ട്. ഇതിൻ്റെ അകത്തേക്ക് റൈറ്റ് ചെയ്യാമോ ഇല്ലയോ എന്ന് കാണിക്കാനാണ് അടുത്ത ബിറ്റ് എന്ന് പറയുന്നത്. ഒരു ബിറ്റ് വാലിഡ് ആണോ അല്ലയോ, അടുത്ത ബിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. അപ്പോൾ എവറി ക്യാഷിൻ്റെ അകത്ത് ഇത്രയും ഉണ്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ സോ ഫുൾ മാപ്പ് ഡയറക്ടറിയിൽ നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് എത്രയുണ്ടോ അത്രയും ബിറ്റ്സ് ഉണ്ട്. പിന്നെ ഒരു ഡേർട്ടി ബിറ്റും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്പർ ഓഫ് പ്രോസസ്സേഴ്സിൻ്റെ അത്രയും ബിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ബിറ്റ് 1 ആണ് എങ്കിൽ ദാറ്റ് മീൻസ് ആ ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രോസസ്സറിൻ്റെ ക്യാഷിൽ അവൈലബിൾ ആണ്. 0 മീൻസ് ആ ബ്ലോക്ക് പ്രോസസ്സറിൻ്റെ ക്യാഷിൽ അവൈലബിൾ അല്ല. ഡേർട്ടി ബിറ്റ് സെറ്റാണ് എങ്കിൽ റൈറ്റ് ചെയ്യാം, ഡേർട്ടി ബിറ്റ് സെറ്റ് അല്ല എങ്കിൽ റീഡിങ്ങിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ 2 ബിറ്റാണ് മെയിനായിട്ടുള്ളത്. ബ്ലോക്ക് വാലിഡ് ആണോ എന്നറിയാൻ, ബ്ലോക്ക് റൈറ്റ് ചെയ്യുകയാണോന്നറിയാൻ. ക്യാഷ് കൊഹറൻസ് പ്രോട്ടോക്കോൾ must keep the state bits in memory directory and those in the cache consistent ആയിട്ട് വെക്കണം. So this is how it works. So ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു 3 stages ആയിട്ട് നമുക്ക് ഇതിനെ ഫുൾ മാപ്പ് ഡയറക്ടറിനെ നമുക്ക് പറയാം. സോ ഇവിടെ സ്റ്റേജ് 1 ഇതാണ് ദിസ് ഇസ് സ്റ്റേജ് 1. സ്റ്റേജ് 1ൽ ബ്ലോക്ക് എക്സ് എന്ന് പറയുന്നത് ഈ 3 ക്യാഷിലും ഇല്ല. ഇവിടെ 3 ഈ ക്യാഷിൽ ഇല്ല. സോ ഡേർട്ടി ബിറ്റ് ഓൺ ദി ലെഫ്റ്റ് ഓഫ് ദി ഡയറക്ടറി ഈ സെറ്റ് as ക്ലീൻ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. C4 ക്ലീൻ ആണ്. ഇതാ ഇവിടെ കണ്ടോ, ഡേർട്ടി ബിറ്റ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വേറെ ആരുടെയും കയ്യിൽ ഈ ഒരു കോപ്പി ഇല്ല, ആരും തന്നെ ഇതിനെ അപ്ഡേറ്റ് ഒന്നും ചെയ്യുന്നില്ല എന്ന് കാണിക്കാനാണ് നമ്മൾ ക്ലീൻ ആക്കി വച്ചിരിക്കുന്നത്. That is, it also indicate that there is no processor has permission to write to the block. ഏതെങ്കിലും ഒരു പ്രോസസ്സറിന് റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ വന്നു കഴിഞ്ഞാൽ ക്ലീൻ മാറി ഡേർട്ടി ആകും. സ്റ്റേറ്റ് 2 പറയുമ്പോൾ നമുക്ക് ഈ ഒരു P1നും P2നും P3ക്കും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെർട്ടിക്കുലർ ക്യാഷിനെ വേണം എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഷെയർഡ് മെമ്മറീനെ നമ്മൾ കൊടുക്കുകയാണ്. സോ ഷെയർഡ് മെമ്മറീനെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ദിസ് മെമ്മറി ഈസ് ഇൻ ഹിയർ. ഇവിടെയുണ്ട്. ദർ ഇസ് എ പോയിൻ്റർ സെറ്റ്. ദ പോയിൻ്റർ, ദിസ് ഇസ് ദ പോയിൻ്റർ. ഇവിടെയും പോയിൻ്റർ സെറ്റ് ചെയ്തു, ഇവിടെയും പോയിൻ്റർ സെറ്റ് ചെയ്തു, എല്ലായിടത്തും പോയിൻ്റർ സെറ്റ് ചെയ്തു. സോ ദിസ് ഇൻഡിക്കേറ്റ് 3 പോയിൻ്റേഴ്സ് സെറ്റ് ചെയ്തു ആർ ഇൻ ദി എൻട്രി. This is to indicate that cache have copies of the block of data. So ഇവിടെ ഈ 3 ലൈക്ക് ഈ ബിറ്റ് 1 ആക്കി, ഈ ബിറ്റ് 1 ആക്കി, ഈ ബിറ്റ് 1 ആക്കി, ബാക്കിയുള്ള ബിറ്റ്സ് ഒക്കെ 0 ആയിട്ട് സെറ്റ് ചെയ്തു. ദർ ഇസ് എ പോയിൻ്റർ ഇൻ ഹിയർ എന്നാണ് അതിൻ്റെ മീനിങ്. ദെൻ നമ്മൾ ഇപ്പോഴും ക്ലീൻ എന്ന് തന്നെയാണ് ഇതിൻ്റെ ഈ ബിറ്റ് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. ബിക്കോസ് നമ്മളിപ്പോഴും ഒരാൾ പോലും ഇതിനെ റൈറ്റ് ചെയ്തിട്ടില്ല, എല്ലാവരുടെയും കയ്യിലുള്ളത് ക്ലീൻ കോപ്പിയാണ്. നൗ കെയിം ദ ട്വിസ്റ്റ്. ഇവിടെ P3ക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡാറ്റേനെ എക്സിനെ വേണം. P3 നീഡ് ടു റൈറ്റ് ഡാറ്റ ടു എക്സ്. സോ നമ്മുടെ ഷെയർഡ് മെമ്മറി ഇറ്റ് വിൽ ചേഞ്ച് ഇൻ ടു
ഡി ആയിട്ട് ഡേർട്ടി ആയിട്ട് ചേഞ്ച് ചെയ്തു. ആൻഡ് ഓൾസോ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന എക്സിൻ്റെ കോപ്പീനെ ഇൻവാലിഡേറ്റ് ചെയ്തു. ഇവിടെയും 0 ഇവിടെയും 0. ഈ പോയിൻ്റർ കളഞ്ഞു. ഇവിടെയില്ല ഇവിടെയില്ല. only this pointer is active now. He can write it. So here dirty copy dirty ആണെന്ന് കാണിക്കാൻ dirty bit സെറ്റ് ചെയ്തു. സിംഗിൾ പോയിൻ്റർ block 2 of data to C3 മാത്രമാക്കി സെറ്റ് ചെയ്തു. This is the final state. dirty bit സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. സിംഗിൾ പോയിൻ്റർ ടു ദി ബ്ലോക്ക് ഓഫ് ഡാറ്റ ഇൻ C3 ആക്കി വച്ചിരിക്കുകയാണ്. റീഡ് ചെയ്യാനായിരുന്നു, എല്ലാവർക്കും റീഡ് ചെയ്യാനാണെങ്കിൽ ക്ലീൻ കോപ്പി തന്നെ മതിയായിരുന്നു. പക്ഷേ റൈറ്റ് ചെയ്യാൻ ആരെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഇൻവാലിഡേറ്റ് ചെയ്യും. ഇവിടെയൊക്കെ 0, ഇവിടെ മാത്രം 1 ആക്കി വയ്ക്കും. സോ ഹിയർ നമ്മുടെ കയ്യിൽ എത്ര പ്രോസസ്സേഴ്സ് ഉണ്ടോ അത്രയും ബിറ്റ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. സോ ഇവിടെ ഇതാ നോക്കുകയാണെങ്കിൽ P1 P2 എക്സെട്ര അപ് ടു സം നമ്പർ അപ് ടു P3 ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഡോട്ട്സ് ഇട്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് ഹൗ നമ്മുടെ ഫുൾ മാപ്പ് ഡയറക്ടറീസ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ ദിസ് ഈസ് ഹൗ. സോ ബ്ലോക്ക് സ്റ്റേറ്റ് 1 block X is missing in all cache system. Dirty bit on left of the directory is clean, is set as clean. This indicate no processor have permission to write to the block. State 2 C1 C2 C3 റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ആ പോയിൻ്റർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ക്ലീൻ തന്നെയാണ്. സ്റ്റേറ്റ് 3 റൈറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ നമ്മൾ ഡേർട്ടി സെറ്റ് ചെയ്യുന്നു. സിംഗിൾ പോയിൻ്റർ ടു C3 മാത്രമാക്കി മാറ്റുന്നു. സോ ഇവിടെ ആ P3 എന്ന് പറയുന്നത് ഒരു റൈറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ, ദാറ്റ് ഈസ് ദിസ് പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ആഫ്റ്റർ വി ഗിവ് ദിസ് റിക്വസ്റ്റ്. ഈ റൈറ്റ് എന്ന് പറയുന്ന റിക്വസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻ എന്നുള്ളതാണ്. നമുക്ക് അതിനെ മാത്രം ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് നോക്കാം. ഈ ഒരു റൈറ്റ് എക്സ് കിട്ടിക്കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻ. സോ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ cache C3 detects that the block containing X valid ആണ്, but the processor does not have permission to write to the block എന്ന് അതിന് മനസ്സിലായി. അപ്പോൾ നമുക്ക് റൈറ്റ് പെർമിഷൻ വേണം. സോ cache C3 എന്ത് ചെയ്യും? ഒരു റൈറ്റ് റിക്വസ്റ്റ് മെമ്മറി മൊഡ്യൂളിനോട് ചോദിക്കും. സോ ഗിവ് മീ റൈറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് മെമ്മറി മൊഡ്യൂളിനോട് ചോദിക്കുന്നു. സോ ദി മെമ്മറി മൊഡ്യൂൾ it issues an invalidate request to cache C1 and C2. ഇപ്പോൾ മെമ്മറി മൊഡ്യൂളിൻ്റെ കയ്യിൽ ഒരു റൈറ്റ് റിക്വസ്റ്റ് വന്നു കഴിയുമ്പോൾ മെമ്മറി മൊഡ്യൂൾ ഇറ്റ് വിൽ ലുക്ക് അറ്റ് ഇറ്റ്സ് ഡയറക്ടറി ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ 2-3 പോയിൻറ്റേഴ്സ് മൊത്തം ഉണ്ട്. അതിൻ്റെ ഒരാളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ബാക്കി 2 പേര് എന്ന് പറയുന്നത് ഇൻവാലിഡേറ്റ് ചെയ്യണം. ഒരാൾക്ക് ഞാൻ റൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഇൻവാലിഡ് ആവണം. സോ ബാക്കി 2 പേരുടെ, അതായത് P1ൻ്റെയും P2ൻ്റെയും ക്യാഷിലുള്ള C1 ആൻഡ് C2 ദേ ആർ ഇൻവാലിഡേറ്റ് റിക്വസ്റ്റ് മെമ്മറി മൊഡ്യൂൾ ഇഷ്യൂ ചെയ്യും. ക്യാഷ് C1ഉം C2ലും ഈ ഇൻവാലിഡേറ്റ് റിക്വസ്റ്റ് ഇവിടെയും കിട്ടിക്കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? ഇതിൻ്റെ ഇറ്റ് സെറ്റ്സ് ബിറ്റ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ബ്ലോക്ക് കണ്ടെയ്നിങ് എക്സ് ഇസ് ഇൻവാലിഡ് എന്നാക്കി ഇവിടെ 0 ആക്കി വയ്ക്കും. എന്നിട്ട് തിരിച്ച് മെമ്മറി മൊഡ്യൂളിനോട് പറയും, ഓക്കെ ഐ ഡോണ്ട് നീഡ് യുവർ മെമ്മറി, ഞങ്ങൾ 0 ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്, യു ക്യാൻ ടേക്ക് ഇറ്റ്, ഐ ഡോണ്ട് നീഡ് ഇറ്റ് എന്ന് പറഞ്ഞ് അവരതിനെ തിരിച്ചു കൊടുക്കുന്നു. സോ ദിസ് ഹാപ്പൻ ആൻഡ് ദെൻ മെമ്മറി മൊഡ്യൂൾ ഈ അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? അത് ഒരു ഡേർട്ടി ബിറ്റ് സെറ്റ് ചെയ്യും. സോ ഹിയർ ഇറ്റ് സെറ്റ്സ് എ ഡേർട്ടി ബിറ്റ്. എന്നിട്ട് ഇതിൻ്റെ പോയിൻറ്റേഴ്സ് ഈ പോയിൻറ്ററിനെ അത് ഡിസ്ട്രോയ് ചെയ്യും അല്ലെങ്കിൽ ക്ലിയർ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ C3ക്ക് കൊടുക്കുന്നത്. C3 ഈ റൈറ്റ് പെർമിഷൻ കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് അതിൻ്റെ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് പ്രോസസ്സർ P3 വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യും. സോ ഇത്രയും 6 സ്റ്റെപ്പ് നടക്കുന്നുണ്ട് ഇൻ ഹിയർ. സോ ക്യാഷ് C3 ഡിറ്റക്റ്റ് ചെയ്യുന്നു, വാലിഡ് ആണോ എന്ന് നോക്കുന്നു, പക്ഷേ അതിന് റൈറ്റ് ചെയ്യാൻ പെർമിഷൻ ഇല്ല. ഇനി C3 എന്ത് ചെയ്യും? റൈറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നു ടു മൊഡ്യൂൾ കണ്ടെയ്നിങ് ലൊക്കേഷൻ എക്സ് ആൻഡ്
stops processor P3. Memory module issues a invalidation request. Cache C1 C2 invalidation request കിട്ടി കഴിയുമ്പോൾ send appropriate bit to indicate that block containing X invalid ആണെന്ന്. എന്നിട്ട് അക്നോളജ്മെൻറ്റ് കൊടുക്കുന്നു. അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഡേർട്ടി ബിറ്റ് സെറ്റ് ചെയ്യുന്നു, പോയിൻറ്റേഴ്സ് ക്ലിയർ ചെയ്യുന്നു, റൈറ്റ് പെർമിഷൻ ടു ക്യാഷ് C3 കൊടുക്കുന്നു. ക്യാഷ് C3 റിസീവ് റൈറ്റ് പെർമിഷൻ മെസ്സേജ്, update that state in cache and reactivates processor P3. സോ ഇത്രയും നടക്കുന്നുണ്ട്. ഈ ഒരു P3 റൈറ്റ് ടു ക്യാഷ് C3 കൊടുക്കുമ്പോൾ സോ മെമ്മറി മൊഡ്യൂള് it waits to receive the acknowledgement before allowing P3 to complete the write operation. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സീക്വൻഷ്യൽ കൺസിസ്റ്റൻസി കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ നേരത്തെ, അതായത് മെമ്മറി മൊഡ്യൂള് ഈ ഒരു റൈറ്റ് ചോദിക്കുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സീക്വൻഷ്യൽ കൺസിസ്റ്റൻസി കിട്ടാനായിട്ടാണത്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, സീക്വൻഷ്യൽ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്നോളജ്മെൻറ്റ് കിട്ടുന്നത് വരെ ഈ റൈറ്റ് ഓപ്പറേഷൻ ഡിലേ ചെയ്യുന്നത്. സോ ഫുൾ മാപ്പ് പ്രോട്ടോക്കോളിൻ്റെ അകത്ത് it provides a useful upper bound for performance of centralized directory based scheme coherence. പക്ഷേ ഇത് സ്കെയിലബിൾ അല്ല, ബിക്കോസ് മെമ്മറി ഓവർഹെഡ് വളരെ കൂടുതലാണ് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ പ്രോസസ്സേഴ്സിൻ്റെ നമ്പർ കൂടുമ്പോൾ അതനുസരിച്ച് ഇതിൻ്റെ സൈസും കൂടിക്കൊണ്ടിരിക്കും. സോ ദിസ് ഇസ് നോട്ട് സ്കെയിലബിൾ. സോ നമുക്ക് അടുത്ത പ്രോട്ടോക്കോൾ നോക്കാം. നെക്സ്റ്റ് ഇസ് ലിമിറ്റഡ് ഡിറക്ടറി. ലിമിറ്റഡ് ഡിറക്ടറീസ് എന്ന് പറയുന്നത് ഡിറക്ടറിയുടെ സൈസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. സോ ഇവിടെ എത്ര നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ഫിക്സഡ് നമ്പർ ഓഫ് പോയിൻറ്റേഴ്സ് മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ. സോ ഫിക്സഡ് നമ്പർ ഓഫ് പോയിൻറ്റേഴ്സ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ക്യാഷ് കോപ്പീസിനും ലിമിറ്റുണ്ട്. Restrictions on the number of simultaneously cache copies limit the size of the directory. അപ്പോൾ എത്ര അറ്റ് എ ടൈമിൽ എത്ര ക്യാഷ് കോപ്പി പറ്റും എന്നുള്ളതനുസരിച്ച് തന്നെ സൈസ് ഓഫ് ഡിറക്ടറിയിലും ഇവിടെ റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് സിമിലർ ടു ഫുൾ ഡിറക്ടറി പ്രോട്ടോക്കോൾ. ഫുൾ ഡയറക്ടറി പോലെ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് മറ്റേതിൻ്റെ അകത്ത് അറ്റ് എ ടൈമിൽ ഫുൾ എല്ലാം കിട്ടുമായിരുന്നു, എല്ലാം മൊത്തം ഡയറക്ടറി മൊത്തം കിട്ടുമായിരുന്നെങ്കിൽ ഇവിടെ ആ കൂടി കുറച്ച് ക്യാഷേ ഉള്ളൂ, സൈസ് ഇച്ചിരി കുറയുന്നു എന്നുള്ളൂ, ബാക്കി ഓപ്പറേഷൻസ് ഒക്കെ സെയിം തന്നെയാണ്. സോ ലിമിറ്റഡ് പ്രോട്ടോക്കോൾ യൂസസ് i<n, മൊത്തം n പ്രോസസ്സേഴ്സ് ഉണ്ടെങ്കിൽ മൊത്തം n ഉണ്ടാവില്ല, അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും, i<n പോയിൻറ്റേഴ്സേ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് dir ഫോർ ഡയറക്ടറി, i എന്ന് പറഞ്ഞാൽ എത്ര പോയിൻറ്റേഴ്സ് ഉണ്ട്, nb നോ ബ്രോഡ്കാസ്റ്റ്, dir i nb എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. dir എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറി, i ഫോർ നമ്പർ ഓഫ് പോയിൻറ്റേഴ്സ്, nb ഫോർ നോ ബ്രോഡ്കാസ്റ്റ്, നോട്ട് ബ്രോഡ്കാസ്റ്റ് ആണ് nb. So suppose this protocol is defined as dir2, അതായത് 2 പോയിൻറ്റേഴ്സേ ഉള്ളൂ, നോ ബ്രോഡ്കാസ്റ്റ് ആണ് എങ്കിൽ ഇവിടെ ആ കൂടി 2 പോയിൻറ്റർ ഫോർ ഡയറക്ടറി എൻട്രീസ് ആണ് അറ്റ് എ ടൈമിൽ പോസിബിൾ ആയിട്ടുള്ളൂ. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സേ ക്യാഷ് 1 ആൻഡ് ക്യാഷ് 2-ന് ക്യാഷ് കോപ്പീസ് ഉണ്ട് എന്നിരിക്കട്ടെ. സോ നമുക്ക് ആ ഫിഗർ നോക്കാം. സോ ക്യാഷ് 1-നും ക്യാഷ് 2-നും ക്യാഷ്ഡ് ബ്ലോക്ക് കോപ്പീസ് ഉണ്ട് എങ്കിൽ ഇതിൻ്റെ പോയിൻറ്റേഴ്സ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഇവിടെയും പോയിൻറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും പോയിൻറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടും ക്ലീൻ കോപ്പീസാണ്. സോ ഇപ്പോൾ ഈ ഒരു ടൈമിൽ C3-ക്കും ഇതേ റിക്വസ്റ്റ് എക്സിന് വേണമെങ്കിൽ, C3-യും ഒരു എക്സിന് റിക്വസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ ദെൻ ദർ ഇസ് എ പ്രോബ്ലം. അതായത് അറ്റ് എ ടൈമിൽ 2 കോപ്പി മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ഓൾറെഡി 2 മൂന്നാമതൊരാൾ വീണ്ടും നമ്മളോട് ചോദിക്കുകയാണ് എനിക്ക് ആ ക്യാഷ് കോപ്പി ഒന്ന് തരുമെന്ന് ചോദിക്കുകയാണ് എങ്കിൽ ഇവിടെ ഹിയർ വി നീഡ് ആൻ എവിക്ഷൻ സ്കീം. എവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഒരാളെ കളഞ്ഞിട്ട് ഇയാളെ കൊടുക്കണം, അതായത് ബ്ലോക്ക് റീപ്ലേസ്മെൻ്റ് ആണ് നമ്മൾ എവിക്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് പ്രോട്ടോക്കോൾ ഇതിൻ്റെ അകത്ത് C3 ചോദിക്കാൻ നേരത്ത് ഇവിടെ ഈ ഒരു ക്യാഷ്
2-നെ P2-ൻ്റെ അകത്തുള്ള ക്യാഷ് 2-നെ ഇൻവാലിഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ക്യാഷ് 3-ക്ക് ഈ പെർട്ടിക്കുലർ മെമ്മറീനെ കൊടുക്കുന്നു. ദിസ് ഈസ് ഹൗ ലിമിറ്റഡ് ഡയറക്ടറി ഷുഡ് വർക്ക്. ഇവിടെ നമ്പർ ഓഫ് പ്രോസസ്സേഴ്സിൽ താഴെ ആയിരിക്കും എപ്പോഴും ഐൻ്റെ വാല്യൂ അല്ലെങ്കിൽ നമ്പർ ഓഫ് പോയിൻറ്റേഴ്സ്. അപ്പോൾ മോർ ദാൻ ഐ റിക്വസ്റ്റ് വരികയാണ് എങ്കിൽ വി നീഡ് എ ബ്ലോക്ക് പോയിൻ്റർ റീപ്ലേസ്മെൻറ്റ് സ്കീം അല്ലെങ്കിൽ ഒരു എവിക്ഷൻ സ്കീം വേണം. സോ ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇവിടെ ദിസ് പ്രോട്ടോക്കോൾ ഇസ് സ്കെയിലബിൾ വിത്ത് റെസ്പെക്ട് ടു മെമ്മറി ഓവർഹെഡ്. നമ്പർ ഓഫ് പോയിൻറ്റേഴ്സ് എന്ന് പറയുന്നത് ലെസ്സാണ്. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഈ എവിക്ഷൻ എപ്പോഴും ചെയ്യുക ഈസ് ഡിഫിക്കൽട്ട്. അതാണൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. സോ ആൻഡ് ഓൾസോ ഇറ്റ് റെസ്ട്രിക്ട് ദി നമ്പർ ഓഫ് ഷെയർഡ് കോപ്പീസ് ഓഫ് ഡാറ്റ ബ്ലോക്ക്. നമ്പർ ഓഫ് ഷെയർഡ് കോപ്പീസ് അറ്റ് എ ടൈമിൽ ഇത്ര എണ്ണേ പറ്റുള്ളൂ എന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഡ്രോബാക്കാണ്. സോ ലാസ്റ്റ് വൺ ഇസ് ചെയിൻ ഡയറക്ടറി. ചെയിൻ ഡയറക്ടറി എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ഡയറക്ടറിയുടെ ഒരു അഡ്വാൻറ്റേജോട് കൂടി അതിനെ എങ്ങനെ സ്കെയിലബിൾ ആക്കാം. അതായത് നമ്പർ ഓഫ് ഷെയർഡ് കോപ്പിയിൽ ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കാണ്ട് എങ്ങനെ നമുക്ക് സ്കെയിലബിലിറ്റി കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ ചെയിൻഡ് ഡയറക്ടറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എ ചെയിൻഡ് സ്കീം കീപ് ട്രാക്ക് ഓഫ് ഷെയർഡ് കോപ്പീസ് ഓഫ് ഡാറ്റ മെയിൻറ്റെയിനിങ് എ ചെയിൻ ഓഫ് ഡയറക്ടറി ഓഫ് പോയിൻറ്റേഴ്സ്. സോ ഇവിടെ ആരൊക്കെ ഏതൊക്കെ കോപ്പി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ നമ്മളിങ്ങനെ കീപ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ഫസ്റ്റ് ആളുടെ കയ്യിൽ രണ്ടാമത്തെ ക്യാഷ് കോപ്പി എവിടെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. മൂന്നാമത്തെ, നാലാമത്തെ, അങ്ങനെ ഒരു ചെയിൻ അത് മെയിൻറ്റെയിൻ ചെയ്യും. ഡയറക്ടറി പോയിൻറ്റേഴ്സിൻ്റെ ഒരു ചെയിൻ തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ചെയിൻ ഡയറക്ടറി എന്ന് പറയുന്നത്. സോ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇപ്പോൾ ഇപ്പോൾ എക്സിൻ്റെ ഷെയർഡ് കോപ്പീസ് ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഈ ഒരു കോപ്പി ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ P1 റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ വി വിൽ ഗിവ് ഇറ്റ് പോയിൻ്റർ കൊടുക്കുന്നു. ഈ പോയിൻ്റർ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെയിൻ ടെർമിനേഷൻ പോയിൻ്റർ എന്ന് പറഞ്ഞ് ഒരു പോയിൻ്ററും കൂടി കൂടിയിട്ട് കൊടുക്കുന്നു. സോ ദിസ് ഇസ് എ ചെയിൻ ടെർമിനേഷൻ പോയിൻ്റർ. ഈ ചെയിൻ ടെർമിനേഷൻ പോയിൻ്റർ ഏറ്റവും ആദ്യം ആയിട്ട് ആ ക്യാഷ് ആർക്കാണോ കിട്ടുന്നത് അയാളുടെ കയ്യിലായിരിക്കും ഉണ്ടാവുന്നത്. മെമ്മറി ഓൾസോ കീപ്പ് എ പോയിൻ്റർ ടു C1ലേക്ക് ഒരു പോയിൻ്ററും കൂടെ കൂടിയിട്ട് ഈ പോയിൻ്ററും കീപ്പ് ചെയ്യും, ഒരു ചെയിൻ ടെർമിനേഷൻ പോയിൻ്ററും കൂടെ കൊടുക്കും. ഇനി നെക്സ്റ്റ് P2 ഈ ഒരു എക്സിനെ P2ന് വേണം എന്ന് പറയുകയാണ് എങ്കിൽ മെമ്മറി C2ന് ഈ കോപ്പീനെ കൊടുക്കും. മെമ്മറി കൊടുക്കുന്നതാണിത്. മെമ്മറി തന്നെയാണ് ഈ കോപ്പീനെ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഇത് ഈ സെയിം കോപ്പിയുള്ള ആദ്യത്തെ ആൾ ആരാണ്, ഈ കോപ്പിയുള്ള ഇതിന് മുമ്പ് ഈ കോപ്പി ഉണ്ടായിരുന്ന ആർക്കാണ് അയാളുടെ ഡീറ്റെയിലും കൂടെ കൂടിയിട്ട് കൊടുക്കും. അപ്പോൾ ഇവിടേക്ക് ഒരു പോയിൻ്ററും കൂടി ആകും. സോ P2 എക്സിനെ റീഡ് ചെയ്യുമ്പോൾ മെമ്മറി സെൻസ് എ കോപ്പി ടു C2 along with a pointer to C1. മെമ്മറി കീപ്സ് ദ പോയിൻ്റർ ടു C2. ഇനി P3, ഇനിയിപ്പോൾ നമ്മൾ P3 എക്സ് റൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ P3 റൈറ്റ് ചെയ്യാണ് എക്സിനെ എങ്കിൽ ഇൻവാലിഡേഷൻ മെസ്സേജ് അയക്കണമല്ലോ. ഇപ്പോൾ ഇവിടെ P3ക്ക് ഈ ക്യാഷിൽ ഇപ്പോൾ P3 ഉണ്ട്. ഈ P3ക്കകത്തു ഈ എക്സിനെ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അതായത് ഇയാൾക്ക് റൈറ്റ് ചെയ്യാനാണ് എക്സിനെ വേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ നമ്മളൊരു ഇൻവാലിഡേഷൻ മെസ്സേജ് അയക്കണമല്ലോ. ആ ഇൻവാലിഡേഷൻ മെസ്സേജ് ഇങ്ങനെ അയക്കില്ല. അതിന് പകരം ഇയാളോട് പറയും ബാക്കി ഇതിൻ്റെ അറ്റത്തേക്കുള്ള എല്ലാവർക്കും ആ ഇൻവാലിഡേഷൻ മെസ്സേജ് അയച്ചേക്കാൻ. അപ്പോൾ P2 എന്ത് ചെയ്യും? P2ൻ്റെ അടുത്ത ലിങ്കിലേക്ക്, അപ്പോൾ CT അങ്ങനെ ചെയിൻ ടെർമിനേഷൻ ലിങ്ക് ഉള്ള എല്ലാവർക്കും ഈ ഒരു ഇൻവാലിഡേഷൻ മെസ്സേജ് അയക്കും. അപ്പോൾ ഇതിങ്ങനെ ഒരു ചെയിൻ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവസാനത്തെ ഏറ്റവും ആദ്യം ചോദിച്ച ആളായിരിക്കും ഈ ചെയിൻ ടെർമിനേഷൻ പോയിൻ്റർ ഉള്ളത്. അപ്പോൾ അയാൾ വരെ എല്ലാവരും ഇൻവാലിഡേറ്റ് ആയി. അപ്പോൾ ഡയറക്റ്റ്ലി ഷെയർഡ് മെമ്മറിയിൽ നിന്ന് നമ്മൾ പോയിൻ്റർ കീപ് ട്രാക്ക് ചെയ്യില്ല.
അവസാനം കൊടുത്ത ആൾക്ക് മാത്രം ആ ഒരൊറ്റ പോയിൻ്റർ കീപ്പ് ട്രാക്ക് ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ളവരുടെ ഒന്നും പോയിൻ്റർ അത് കീപ്പ് ട്രാക്ക് ചെയ്യില്ല. സോ ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പോയിൻ്ററും കൂടെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമില്ല. ഈ പോയിൻ്റർ നമ്മൾ വയ്ക്കത്തില്ല. അതിന് പകരം ഇവിടെ നിന്ന് ഈ ഒരു ചെയിൻ ടെർമിനേഷൻ പോയിൻ്ററിലേക്ക് ഒരു പോയിൻ്റർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ റൈറ്റ് ചെയ്യുവാണ് എങ്കിൽ, ഈ എക്സിനെ ഇവിടെ റൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻവാലിഡേഷൻ മെസ്സേജ് പോകുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോകും, ഇവിടെ നിന്ന് എത്തിയിട്ട് ഇങ്ങനെ പോകും. ഇങ്ങനെയായിരിക്കും ഇൻവാലിഡേഷൻ മെസ്സേജ് പോകുന്നത്. ഇതിൻ്റെ നടുക്കായിട്ട് എത്ര എണ്ണം ഉണ്ടോ അതിലേക്കൊക്കെ ഇൻവാലിഡേഷൻ മെസ്സേജ് പോയി അവിടേക്ക് എത്തിക്കോളും. ആ ചെയിനിൽ നമ്മൾ ഇൻവാലിഡേഷൻ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സീക്വൻഷ്യൽ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മെമ്മറി എന്ത് ചെയ്യും, ഈ ഒരു ഇൻവാലിഡേഷൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടുന്നത് വരെ പ്രോസസ്സ് നമ്മുടെ ഈ ഒരു ചെയിൻ ടെർമിനൽ ഉള്ള ഇയാളുണ്ടല്ലോ, ഇയാളുടെ അടുത്തുനിന്ന് അക്നോളജ്മെൻറ്റ് കിട്ടുന്നത് വരെ P3നെ വെയിറ്റ് ചെയ്യിക്കും. അതായത് ഇവരെല്ലാവരും ഇൻവാലിഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇയാൾക്ക് ആ ഒരു റൈറ്റ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെമ്മറി അലൗവ് ചെയ്യുള്ളൂ. മെമ്മറി വിൽ ഡിനൈസ് ദ റൈറ്റ് പെർമിഷൻ ടു P3 until it receives an invalidation acknowledgement from the processor with CT pointer. ഇങ്ങനെയാണ് ഒരു ചെയിൻഡ് ഡയറക്ടറി വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഡയറക്ടറിനെ ഗോസിപ്പ് പ്രോട്ടോക്കോൾ എന്നും വിളിക്കാറുണ്ട്. ബിക്കോസ് നമ്മൾ ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് അടുത്ത ഇൻഡിവിജ്വൽ, നമ്മൾ ഗോസിപ്പ് പറയുമ്പോൾ അങ്ങനെയല്ലേ, ഒരാൾ പറയുന്നു അടുത്ത ആൾ കേൾക്കുന്നു, അടുത്ത ആൾ പറയുന്നു, അങ്ങനെയല്ലേ പോകുന്നത്. സോ അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ചെയിൻ പോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് അതിനെ ഈ ഗോസിപ്പ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ദേ ആർ സ്കെയിലബിൾ, മോർ കോംപ്ലെക്സ് ദാൻ ലിമിറ്റഡ് ഡയറക്ടറി പ്രോട്ടോക്കോൾ ആണ് ഈ ചെയിൻ പ്രോട്ടോക്കോൾ. ബട്ട് ബെറ്റർ ആണ്, സ്കെയിലബിൾ ആണ്. അതുകൊണ്ട് ദിസ് ഇസ് ബെറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വാട്ട് ആർ ദി അതർ ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ് ബിയോണ്ട് ഈ ഒരു പ്രൈവറ്റ് ക്യാഷ് യൂസ് ചെയ്യുന്നതിൽ നിന്ന് വേറെ ക്യാഷിൻ്റെ ഡിസൈനിൽ വേറെ എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണ്? ദർ ആർ 3 ഓൾട്ടർനേറ്റീവ്: ഷെയർഡ് ക്യാഷ്, നോൺ ക്യാഷബിൾ ഡാറ്റ, ക്യാഷ് ഫ്ലഷിങ്. ഷെയർഡ് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷെയർഡ് ക്യാഷ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർഡ് മെമ്മറി മൊഡ്യൂള് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രൈവറ്റ് ക്യാഷ് ഒന്നും അലൗഡ് അല്ല, ഈ ഒരു ഷെയർഡ് മെമ്മറി മൊഡ്യൂൾ മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. സോ അങ്ങനെ വരാൻ നേരത്ത് ഇറ്റ് വിൽ റെഡ്യൂസ് മെമ്മറി ആക്സസ് ടൈം, ബട്ട് ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട് വെരി ലിറ്റിൽ ടു റെഡ്യൂസ് ഓവറോൾ മെമ്മറി ആക്സസ് ടൈം. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പ്രൈവറ്റ് ക്യാഷ് ഒന്നുമില്ല, എല്ലാ ഷെയർഡ് മെമ്മറി മൊഡ്യൂളിൽ നിന്ന് എടുക്കാൻ നേരത്ത് നമ്മുടെ ഓവറോൾ മെമ്മറി ആക്സസ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും, കോൺഫ്ലിക്റ്റുകൾ കൂടിക്കൊണ്ടിരിക്കും. സോ ഷെയർഡ് ക്യാഷ് ഇപ്പോൾ 2 ലെവൽ 3 ലെവലൊക്കെ ആയിട്ട് ചെയ്താൽ പോലും ഇതിനെ കൊണ്ട് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നില്ല. ഒരു ക്ലസ്റ്റർ ലൈക്ക് രീതിക്കൊക്കെ ചെയ്യാവുന്നതാണ്, പക്ഷേ ഇതുകൊണ്ട് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് വരുന്നില്ല. നെക്സ്റ്റ് മെത്തേഡ് ഇസ് നോൺ ക്യാഷബിൾ ഡാറ്റ. അതായത് റൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റേനെ ഒന്നും ക്യാഷിന് കൊടുക്കുന്നില്ല, അങ്ങനെ ചെയ്യാം. അതായത് റൈറ്റബിൾ ആയിട്ടുള്ള ഡാറ്റേനെ നമ്മൾ ക്യാഷ് ചെയ്യാൻ സമ്മതിക്കില്ല, ലോക്കൽ ക്യാഷിൽ വെക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. സോ അതിന് സെപ്പറേറ്റ് മെക്കാനിസംസ് ചെയ്യേണ്ട വരും. കമ്പൈലർ ഷുഡ് ബി സച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള കമ്പൈലേഴ്സ് വേണ്ടി വരും. സോ ദിസ് ഈസ് ഓൾസോ നോട്ട് സച്ച് എ ഗുഡ് ഐഡിയ. നെക്സ്റ്റ് ക്യാഷ് ഫ്ലഷിങ് ചെയ്യാം. ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലഷിങ് എവറി ടൈം എ സിങ്ക്രണൈസേഷൻ പ്രിമിറ്റീവ് ഇസ് എക്സിക്യൂട്ടഡ്. അതായത് സിങ്ക്രണൈസേഷൻ വേണ്ട ഒരു ഡാറ്റ വരുമ്പോൾ അപ്പം തന്നെ ആ ക്യാഷിനെ എല്ലാത്തിനെയും കളയുന്ന ഒരു രീതി ചെയ്യാം. പക്ഷെ ഇതും അത്ര എഫക്റ്റീവ് അല്ല. ക്യാഷ് ഫ്ലഷിങ് എന്ന് പറയുന്നത് സ്ലോ ആകും, അപ്പോൾ അതിന് സെപ്പറേറ്റ് ഹാർഡ്വെയർ വേണ്ടി വരും. ദാറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. പിന്നെ അതിൻ്റെ സിങ്ക്രണൈസേഷൻ ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദിസ് ഈസ് മോർ ഓഫൺ യൂസ്ഡ് വിത്ത് വെർച്വൽ അഡ്രസ് ക്യാഷസിലൊക്കെയാണ് അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നോട്ട് സച്ച് എ യൂസ്ഫുൾ ടെക്നീക്ക്. സോ ദിസ് ഇസ് എബൌട്ട് നമ്മുടെ ഡയറക്ടറി ബേസ്ഡ് അപ്രോച്ചസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. So this is for today. Thank you.